സർ, എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഒരു പൈലറ്റിനെ കൊണ്ടുവന്നിരുന്നു. അന്ന് ആ പൈലറ്റ് പറഞ്ഞിരുന്നു ഇത് എയർ ഇന്ത്യ വിമാനത്തിൻ്റെ പൈലറ്റിനുണ്ടായ എന്തോ ഒരു കയ്യബദ്ധമാണെന്ന്. പക്ഷേ വലിയ വിമർശനമൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ നിലപാട് മാറ്റിയിട്ട് പറഞ്ഞു അങ്ങനെയല്ല, ഇത് എഞ്ചിൻ്റെ തകരാറൊക്കെയാണെന്ന്. അപ്പം രാജ്ദീപ് സർദേശായി ഇറക്കിയ പൈലറ്റിൻ്റെ കുഴപ്പമാണോ അതോ വല്ല ഗൂഢാലോചനയൊക്കെയാണോ ഈ ഒരു? രാജ്ദീപ് സർദേശായി കൊണ്ടുവന്ന ഈ പണ്ഡിതൻ ഈ ടിക്ടോക്ക് ഇല്ലേ, ടിക്ടോക്കർ ആണ്. ടിക്ടോക്കിൽ ഇങ്ങനെ സ്വന്തമായി ഇവിടെ യൂട്യൂബിലൊക്കെ ആളുകൾ സംസാരിച്ചിട്ട് പൈസ ഉണ്ടാക്കി. അതെ അതെ. അതുപോലെ ഇയാൾ വിമാനങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ച് വിദഗ്ധനായിട്ട് അങ്ങനത്തെ ഒരാളാണ് ഈ ക്യാപ്റ്റൻ സ്റ്റീവ് എന്ന് പറയുന്നത്. ഇയാൾ അവിടെ എയർഫോഴ്സിൽ ചെറിയ വിമാനങ്ങളൊക്കെ പറത്തിയിട്ടുണ്ട് നേരത്തെ. അത് കഴിഞ്ഞ് അമേരിക്കൻ എയർലൈൻസിൽ ജോലിയും കിട്ടി. ഒരിക്കൽ ഇയാൾക്ക് പറത്താൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ പിടിച്ചിട്ടും ഉണ്ട് ഇയാളെ. എന്നിട്ട് ചെറിയ തോതിൽ ശിക്ഷയും ഒക്കെ കൊടുത്തിട്ടും ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നീടാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ രാജ്ദീപ് സർദേശായി ഇയാളെ കൊണ്ടുവന്നിട്ട് പൈലറ്റിന്റെ കുഴപ്പമാണ് എന്ന് പറയിച്ചല്ലോ. ഇന്നലെ ഈ വിദഗ്ധൻ പ്ലേറ്റ് മാറ്റി. ഇപ്പോൾ അയാൾ പറയുന്നത് എഞ്ചിൻ തകരാറാണ് എന്നാണ്. കാരണം ഇതിൻ്റെ ഒരുപാട് വിഷ്വൽസ് വന്നല്ലോ. അത്യാവശ്യം വിഷ്വലുകളിൽ നിന്ന് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളതിനെപ്പറ്റി ഒരു ചെറിയ ധാരണയൊക്കെ പൊതുവേ ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ പ്ലേറ്റ് മാറ്റിയത്. ആ പ്ലേറ്റ് മാറ്റിയത് ഈ ഇന്ത്യ ടുഡേയുടെ എഡിറ്ററാണ് രാജ്ദീപ് സർദേശായി ചാനൽ. അവിടെ വന്നിട്ട് ഇത് പറഞ്ഞു. പക്ഷെ ഇന്നലെ പ്ലേറ്റ് മാറ്റിയത് ഇയാളുടെ തന്നെ യൂട്യൂബ് ചാനലിലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യ ടുഡേയിലല്ല. പക്ഷെ ആളുകൾ മുതുകത്ത് കയറുമല്ലോ രാജ്ദീപ് സർദേശായിയുടെ ഈ ആവശ്യമില്ലാതെ ഒരു തന്നെ ഇന്ത്യക്കെതിരെ കൊണ്ടുവന്നതിന്. മാത്രമല്ല അപകടം നടന്ന പൈലറ്റും ഒക്കെ മരിച്ചിരിക്കുന്നു. ആ പൈലറ്റിനെതിരെയാണല്ലോ ഈ വൃത്തികേട് പറയുന്നത്. അപ്പോൾ പക്ഷെ ഇന്നലെ ഈ യൂട്യൂബിൽ ഇയാൾ പറഞ്ഞത് ഷെയർ ചെയ്തു സർദേശായി. ആളുകൾ മുതുകത്ത് കയറുന്നുള്ളവരുടെ ഇപ്പോൾ അദ്ദേഹം വേറെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതും ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റൻ സ്റ്റീവ് ഒരു തെളിവില്ലാതെയാണ് പൈലറ്റാണ് ഉത്തരവാദി എന്ന് അപകടം നടന്ന സമയത്ത് പറഞ്ഞത്. ഇത് ഒരുപാട് പേര് ഷെയർ ചെയ്തു. കുറേ പേര് ആ സമയത്ത് വിശ്വസിക്കുകയൊക്കെ ചെയ്തു. വിവരമുള്ളവരല്ല, വിവരമില്ലാത്തവരൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പം അയാൾ പറയുന്നു എൻജിൻ ഫെയിലിയർ ആയിരുന്നു എന്ന്. പിന്നീട് കുറേ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ടല്ലോ. കാരണം ഇത് ഇജക്ട് ചെയ്ത റാം ടർബൈൻ അതിൻ്റെയൊക്കെ ചിത്രം വന്നിട്ടുണ്ടല്ലോ. എല്ലാം നിലച്ചു കഴിയുമ്പോഴല്ലേ ഈ ടർബൈൻ ഇജക്ട് ചെയ്യുന്നത് പുറകിൽ നിന്ന്. അപ്പോൾ ഈ സർദേശായി ഈ വൃത്തികേട് മാത്രമല്ല ചെയ്തിരുന്നത്. ഈ രൂപാണിയില്ലേ, വിജയ് മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഈ വിമാനത്തിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ ഒരു AI ചിത്രം വിഷ്വൽ കാണിച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ രാജ്ദീപ് സർദേശായിയുടെ ഈ ചാനൽ കാണിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ആക്ച്വൽ ആയിട്ടുള്ള ചിത്രങ്ങൾ കിട്ടിയാൽ കൊടുക്കാം. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കിയ വിജയ് രൂപാണി വിമാനത്തിന്റെ അകത്തിരിക്കുന്ന ചിത്രവുമൊക്കെ. ഇതൊക്കെ എവിടെ ഉപയോഗിക്കരുത് എന്നുള്ളതിനെ പറ്റി ഒന്നും ഒരു ധാരണയില്ലാതെയാണ് അയാൾ ചെയ്തത്, രൂപാണി സീറ്റിലിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്റ്റൻ സ്റ്റീവ് എന്ന് പറയുന്ന ആള്, ക്യാപ്റ്റൻ സ്റ്റീവ് ഷെയ്ബ്നാൻ എന്നാണ് അയാളുടെ പേര്. അയാളൊരു സ്വയം പ്രഖ്യാപിത ഏവിയേഷൻ എക്സ്പെർട്ടാണ്. ഇപ്പോൾ ഞാൻ കാർ ഓടിക്കുന്നുണ്ടെന്നിരിക്കട്ടെ, ഞാൻ കാർ ഓടിച്ചിരുന്നു, ഇപ്പം നിർത്തി. പക്ഷേ നമുക്ക് കാറിനെ പറ്റിയിട്ടുള്ള ടെക്നോളജി മുഴുവൻ അറിയാൻ പറ്റുമോ അല്ലേ? ഇതിനെ പറ്റി നമ്മൾ ഈ പണി ചെയ്യുന്നു മാത്രമല്ല, അതിന്റെ എഞ്ചിനീയർമാരല്ലേ അതറിയാം. ഒരു വിമാനം ഓടിക്കുന്ന പൈലറ്റിന് വിമാനത്തിന്റെ മുഴുവൻ ടെക്നോളജി അറിയാൻ പറ്റുമോ? ഓടിക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ അല്ലേ അറിയാൻ പറ്റുക. ഏവിയേഷൻ എക്സ്പെർട്ട് എന്നുള്ളത് ഇയാൾ തന്നെ ഭാവിക്കുകയായിരുന്നു. എന്നിട്ടാണ് ഈ ഓന്ത് നിറം മാറുന്ന പോലെ ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ സർദേശായി ഷോവിലാണ് ഈ ക്യാപ്റ്റൻ സ്റ്റീവ് വന്നത്. മറ്റേ പൈലറ്റ് സുമിത് സബർവാൾ ആയിരുന്നല്ലോ വിമാനത്തിലുണ്ടായിരുന്നത്. പിന്നെ കോ പൈലറ്റ് ക്ലൈവ് കുന്ദർ ആയിരുന്നു. അപ്പോൾ ഇയാളുടെ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹ പൈലറ്റ് ഒരു ലിവർ വലിക്കുന്നതിന് പകരം വേറൊരു ലിവറായിരിക്കും വലിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞത്. ആ ഫ്ലാപ്പില്ലേ, ആ ലിവറായിരിക്കും വലിച്ചത്. മറ്റേ ചക്രങ്ങൾ പിൻവലിക്കുന്നതിന് പകരം ചിറക്
ഫ്ലാപ്പുകളായിരിക്കും പിൻവലിച്ചതെന്നുള്ള തിയറിയാണ് ഇയാൾ പറഞ്ഞത്. പക്ഷേ ഈ പൈലറ്റിന് 9000 മണിക്കൂർ പരിചയമുണ്ട്. പിന്നെ ഈ വിമാനത്തിനെ പറ്റി ഏത് പൈലറ്റിനും അറിയാം. കാരണം ഈ കോ പൈലറ്റ് മറ്റേ ലിവറിൽ കൈ വച്ചിട്ടുണ്ടാവും, അത് മാറിപ്പോകുന്നില്ല. അങ്ങനെ ആ സെക്കൻഡിൽ അത് ചെയ്യണം എന്നുള്ളത് കൊണ്ടേ ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ. അതെ, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. തൊട്ടടുത്തൊന്നുമല്ല ഈ 2 ലിവറുകൾ ഇരിക്കുന്നത്, കുറച്ചപ്പുറത്തേക്ക് മാറിയാണെന്ന് പൈലറ്റുകൾ അന്ന് തന്നെ ചർച്ചകളിൽ ഇവിടുത്തെ ചാനലുകൾ പറയുകയും ചെയ്തിരുന്നു. ഈ ക്യാപ്റ്റൻ സ്റ്റീവ് മുൻ അമേരിക്കൻ നേവിയുടെ പൈലറ്റാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞത് അപകടത്തിൽ ഈ ഫ്ലാപ്സ് പിൻവലിച്ചിരിക്കാം കോ പൈലറ്റ്. അപ്പോൾ ലാൻഡിങ് ഗിയറിന് പകരം അതായത് ചക്രങ്ങൾ പിൻവലിക്കുന്ന ഗിയറിന് പകരം ചിറകിന്റെ ഫ്ലാപ്പുകൾ പിൻവലിച്ചിരിക്കാം എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് എ ട്രാജിക് മിസ്റ്റേക്ക് എന്ന് സ്റ്റീവ് പറഞ്ഞു. വല്ലാത്ത ദുരന്ത എന്നറിഞ്ഞ തെറ്റാണ് എന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഫ്ലാപ്പിന്റെ ലിവർ പിൻവലിച്ചത് കൊണ്ട് വിമാനത്തിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, പറന്നുയരാൻ പറ്റിയില്ല, ചിറകുകൾ പൊങ്ങിയില്ല, ഫ്ലാപ്പുകൾ നേരത്തെ പിൻവലിച്ചു അതിൻ്റെ സമയത്തിന് പകരം. ഇതാണ് ഇയാളുടെ തിയറി. സർദേശായി ആ സമയത്തെ ഇയാൾ പറയുന്ന മുഴുവൻ അങ്ങനെ വിശ്വസിച്ച് കേട്ടിരുന്നു. ഒരു ചോദ്യവും ചോദിച്ചില്ല. തിരിച്ച് വേറെ സാധ്യതകൾ ഉണ്ടാവാമല്ലോ ഇന്ന് ചോദിക്കണ്ടേ, ഇങ്ങനെ വരാമല്ലോ, അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കാമല്ലോ. പക്ഷെ അങ്ങനെ ചോദിച്ചില്ല. ഇയാൾ ചർച്ചയ്ക്ക് വന്നിരുന്നത് പൈലറ്റിന്റെ യൂണിഫോമിൽ തന്നെയാണ്. അപ്പൊ ഒരു ഒതന്റിസിറ്റി കിട്ടുമല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഉണ്ടല്ലോ. പവർ ലോസ് ഉണ്ടാവാം, ഫ്യുവൽ കണ്ടാമിനേഷൻ ഉണ്ടാവാം, പക്ഷി ഉണ്ടാവാം, ഫ്ലാപ്പ് എറർ, ഇങ്ങനെ പലതും ഉണ്ടാവാമല്ലോ. പക്ഷെ ഇയാൾ ഈ ഫ്ലാപ്പ് എററിൽ ആണ് പിടിച്ച് തൂങ്ങിയത്. ഇത് CNBC TV 18 ഇയാളെ കൊണ്ടുവന്ന് ഇതൊക്കെ പറയിച്ചിരുന്നു. അപ്പോൾ പല ചാനലുകളും ഇത് പിന്നീട് പ്രക്ഷേപണം ചെയ്തു. ഇങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുക, പൈലറ്റിന്റെ കുഴപ്പം സബർവാളിന്റെ കുഴപ്പമായിരിക്കും എന്നുള്ളത്. ഇയാളുടെ യൂട്യൂബ് വീഡിയോസ് കുറേ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ടിൻ എൻജിൻ ഫെയിലിയർ, അതായത് എൻജിൻ ഫെയിലിയർ മുഴുവൻ ഇയാൾ റൂൾ ഔട്ട് ചെയ്തു. എൻജിൻ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല എന്നും ഇയാൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ പറഞ്ഞു. അപ്പോൾ 2 എൻജിനും നമുക്ക് കാണാം. ഇയാൾ പറയുമായിരുന്നു ഈ വിഷ്വലിൽ 2 എൻജിനും കാണാം. ത്രസ്റ്റ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ത്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണല്ലോ മുകളിലേക്ക് പോവാത്തത്. ത്രസ്റ്റ് ഇല്ലെന്ന് പറയാനാവില്ല. ഇയാൾ അന്ന് പറയുക തീപ്പൊരിയില്ല, തീയില്ല, എൻജിൻ കാണാം, എൻജിനൊക്കെ പെർഫെക്റ്റാണ്, മറ്റേതാണ്. അപ്പം ഇയാളൊരു തിയറി ഉണ്ടാക്കി അതിന് പറ്റിയ സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കോ പൈലറ്റ് തെറ്റായി ഫ്ലാപ്സ് ഗിയർ ലാൻഡിങ് ഗിയറിന് പകരം ഉയർത്തിയതാണ്, അതുകൊണ്ട് ലിഫ്റ്റ് ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പുതിയ തെളിവുകൾ ധാരാളം വന്നു. പിന്നെ വിഷ്വലുകൾ നമ്മുടെ ഇവിടുത്തെ ജേക്കബ് ഫിലിപ്പ് ഇയാളെക്കാൾ നന്നായി ഈ അനലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ജേക്കബ് ഫിലിപ്പും ഈ ഫ്ലാപ്പിന്റെ കാര്യമൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഏവിയേഷൻ എക്സ്പെർട്ട് മനോരമയിൽ ഉണ്ടായിരുന്ന ആളാണ്, എഞ്ചിനീയർ ആള് ബേസിക്കലി. അപ്പോൾ പുതിയ ഇത് വന്നപ്പോൾ ക്യാപ്റ്റൻ സ്റ്റീവ് പ്ലേറ്റ് മാറ്റി. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു തെളിവ് അതായത് ഈ വിമാനത്തിൻ്റെ അകത്തെ ഈ വൈദ്യുതി തകരാറൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, എൻജിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ ജനറേറ്റർ പ്രവർത്തിക്കും. അപ്പോൾ കുറെ അകത്ത് ഇത് ആദ്യം തന്നെ ഒരു വീഡിയോ ഒരു പാസഞ്ചർ ഇട്ടിരുന്നല്ലോ, ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന ആള്, ഇതിന്റെ സ്വിച്ചുകൾ പ്രവർത്തിക്കുന്നില്ല അല്ലേ, അതെ, ടച്ച് സ്ക്രീൻ പ്രവർത്തിക്കുന്നില്ല, AC വർക്ക് ചെയ്യുന്നില്ല, ഇതിൻ്റെ അകത്ത് കുഴപ്പമാണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജനറേറ്റർ അതും വർക്ക് ചെയ്തിട്ടില്ല. അതും കൂടി വർക്ക് ചെയ്യാതെ എല്ലാ സിസ്റ്റവും തകരാറിലാവുമ്പോഴാണ് ഈ പുറകിൽ നിന്ന് ടർബൈൻ, പിന്നെ ടർബൈനാണ് വർക്ക് ചെയ്യുന്നത്. അത് തന്നെത്താനെ ഇജക്റ്റ് ചെയ്യാണ്, പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്യാതെ. ആ റാം ടർബൈൻ ഇജക്റ്റ് ചെയ്തത് വീഡിയോകളിൽ കാണാം. എല്ലാം തകരാറ്. അപ്പോൾ ഈ ടർബൈൻ ഇജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടിയന്തര ലൈറ്റില്ലേ, എമർജൻസി ലൈറ്റ്, കുഴപ്പത്തിലാണെന്ന് കാണിക്കുന്ന ലൈറ്റുകൾ, വൈറ്റ് ആൻഡ് ഗ്രീൻ,
ആ ലൈറ്റുകൾ ഇപ്പോൾ രക്ഷപ്പെട്ട ആളില്ലേ, രക്ഷപ്പെട്ട ആള് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വെളുപ്പും പച്ചയും നിറത്തുള്ള ലൈറ്റുകൾ കത്തി. അത് ഈ റാംജെറ്റ് ടർബൈൻ ഇജക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അത്യാവശ്യം ലൈറ്റ് മാത്രമേ അപ്പൊ കത്തുള്ളൂ അതിൻ്റെ അകത്ത്. അത് തന്നെ അതിന്റെ തെളിവാ. ഈ രക്ഷപ്പെട്ട ആള് പറഞ്ഞ ആ വാചകം തന്നെ ടർബൈൻ ഇജക്ട് ചെയ്തതിന്റെ തെളിവായിരുന്നു. അപ്പോൾ ഇയാള് ഇപ്പോ ആ വീഡിയോ ഒക്കെ വന്നപ്പോഴാണ് എൻജിൻ തകരാറ് എന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് റാറ്റ് എൻജിൻ തകരാറ് കാരനാണ് ഇത് ഇജക്ട് ചെയ്തത് എന്നിപ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഫ്ലിക്കറിങ് ലൈറ്റുകൾ, മിന്നുന്ന ലൈറ്റുകൾ അതുകൊണ്ടുണ്ടായതാണ്. മേഡേ കോൾ ഉണ്ടായിരുന്നല്ലോ, മേഡേ 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 എന്ന് പൈലറ്റ് പറയുന്നത് അപകടത്തിന്റെ. മേഡേ കോള് എന്നുള്ളത് അപ്പം തന്നെ വാർത്തകളിൽ വന്നതാണ്. നമ്മൾ അപ്പം ചെയ്ത വീഡിയോയിലും മേഡേ കോളിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഉടനെ തന്നെ മേഡേ കോൾ വരുമ്പോൾ ത്രസ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ് പൈലറ്റ് അത് പറയുന്നത്. മുകളിലേക്ക് ഉയരുന്നില്ല, മുകളിലേക്ക് ഉയരാത്തത് എഞ്ചിന്റെ തകരാറാണല്ലോ. അത് അപ്പൊ തന്നെ വ്യക്തമായിരുന്നു. പിന്നെ ഇയാൾ ഈ മണ്ടൻ എന്തിനാണ് അങ്ങനെ ദേശായിയോട് പറഞ്ഞത്, ദേശായി ചോദ്യം ചെയ്യാതിരുന്നത്. ഈ സ്റ്റീവ് നേരത്തെ എയർഫോഴ്സിൽ, അമേരിക്കൻ എയർഫോഴ്സിൽ പറത്തിയിരിക്കുന്നത് P-3 വിമാനമാണ്. ചെറിയ വിമാനമാണ്, ഇതുപോലത്തെ വലിയ വിമാനങ്ങളൊന്നും അല്ല അന്ന്. അപ്പോൾ പിന്നെ ഇപ്പോൾ കമേഴ്ഷ്യൽ പൈലറ്റാണ്. അയാൾക്ക് യൂട്യൂബിൽ 6.20 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കൻ എയർലൈൻസിൽ ഇയാൾ ജോലി ചെയ്യുന്നത് കൊണ്ട് ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അവിടെ എയർ ട്രാഫിക് കൺട്രോൾ ഈ വർഷം ആദ്യം ഇയാൾ 12 knots പറപ്പിക്കാനായിട്ട് തുടങ്ങി. വേഗം എടുക്കേണ്ട അത്ര വേഗം എടുത്തില്ല ഇയാൾ വിമാനം പറപ്പിക്കുമ്പോൾ. അപ്പോൾ വേഗമില്ല. അങ്ങനെ ഇയാൾ പറപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ ഇന്റർനാഷണൽ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലെ പെനാൽറ്റി ബോക്സിലേക്ക് ഇയാളുടെ വിമാനം നയിച്ചിരുന്നു. പെനാൽറ്റി ബോക്സ് എന്ന് പറയുമ്പോൾ ശിക്ഷ എന്നുള്ള നിലയ്ക്ക് ഇയാളെ ചെയ്തിരുന്നു. ഇയാൾ വേണ്ടത്ര വേഗത്തിൽ പറപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ യൂട്യൂബിൽ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇന്ത്യയിലെ ആ എയർപോർട്ടുകാർ പറഞ്ഞിട്ടും ഞാൻ വഴങ്ങിക്കൊടുത്തില്ല. എന്തോ ഒരു മഹത്വമായിട്ടാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനത്തെ സാധനമാണ് ഈ സർദേശായി കൊണ്ടുവന്ന ഈ ഫ്രോഡേ. എന്നിട്ടാണ് അപ്പോൾ ജഡമായി കിടക്കുന്ന പൈലറ്റിനെ കുറ്റം പറഞ്ഞത്. അങ്ങനെ സർദേശിയുടെ പല ഫ്രോഡുകളുടെ കൂട്ടത്തിൽ വേറൊരു ഫ്രോഡ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.